എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശിശുദിന ക്വിസുമായിട്ടാണ്. അപ്പോൾ നവംബർ 14 ശിശുദിനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അന്ന് നടത്താനിരിക്കുന്ന ക്വിസ് മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ തയ്യാറാകാം. അതിനുവേണ്ടി കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നോക്കൂ, ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. 1889 നവംബർ 14 ആര് ജനിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ജന്മസ്ഥലം ഏതാണ്? അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ആര് ജനിച്ചത്? ജവഹർലാൽ നെഹ്റു. ഓർത്തിരുന്നോളൂ, അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചിരിക്കുന്നത്. അലഹബാദിൻ്റെ പുതിയ പേരെന്ത്? അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ്. എന്താണ്? പ്രയാഗ് രാജ്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്ത്? ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്താണ്? ചാച്ചാജി. എല്ലാവർക്കും അറിയായിരിക്കും ചാച്ചാജി. ലോക ശിശുദിനം എന്ന്? ലോക ശിശുദിനം എന്നാണ്? നവംബർ 20 അപ്പോൾ നമ്മുടെ ദേശീയ ശിശുദിനമാണ് നവംബർ 14. ലോക ശിശുദിനം നവംബർ 20 നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര്? നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര്? നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്തെന്ന് അറിയാമോ? സ്വരൂപ് റാണി. എന്താണ്? സ്വരൂപ് റാണി. UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? നെഹ്റുവിൻ്റെ സഹോദരിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഓർത്തു വെച്ചോളൂ, ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം അറിയാമോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെയാണ്. ഓർത്തു വെച്ചോളൂ, 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. മറക്കില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം? നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷമാണ് 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. അതുകൊണ്ട് നമ്മൾ എന്തായാലും മറക്കില്ല, നെഹ്റു ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായ വർഷമാണ് 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെൻറ്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം അറിയപ്പെടുന്നത് വിധിയുമായുള്ള കൂടിക്കാഴ്ച. എന്താണ്? വിധിയുമായുള്ള കൂടിക്കാഴ്ച. അടുത്ത ചോദ്യം നോക്കൂ, ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാര്? ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞതാരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അറിയാമോ? 1912 ബന്ദിപ്പൂർ സമ്മേളനം. 1912 നടന്ന ബന്ദിപ്പൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്തിരിക്കുന്നത്. അടുത്തത്, നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം 16ാമത്തെ വയസ്സിൽ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ്? ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആരാണ്?
ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകുന്നത്. അടുത്ത ചോദ്യം, ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്ത്? ജവഹർ എന്താണ് അർത്ഥം? അമൂല്യമായ രത്നം. എന്താണ്? അമൂല്യമായ രത്നം. ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഏതാണ്? മണിപ്പൂർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തൽ ഇതിനെ ആധാരമാക്കി ഭാരത് ഏക് ഘോഷ് എന്ന TV സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആര്? ഉത്തരം ശ്യാം ബെനഗലാണ്. ആരാണ്? ശ്യാം ബെനഗൽ. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. 1929 നടന്ന ലാഹോർ സമ്മേളനമാണ് നെഹ്റു അധ്യക്ഷത വഹിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷമാണ് 1955. 1955. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ചാണ്? നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ചാണ്? ഉത്തരം ലണ്ടൻ. ലണ്ടനിൽ വെച്ചാണ് നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ജേതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ജേതാവാണ് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഉത്തരം കമല നെഹ്റു. ഉത്തരം കമല നെഹ്റു. 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഭരണഘടനയുടെ ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏതാണ്? 1919 ആരംഭിച്ച പത്രമാണ് ഇൻഡിപെൻഡൻറ്റ്. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഇൻഡിപെൻഡൻറ്റ്. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്? ഏത് കോടതിയിലാണ്? അലഹബാദ് കോടതിയിലാണ്. അലഹബാദ് കോടതിയിൽ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനലൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.